ഹലോ എവരി വൺ, വെൽക്കം ടു ജസ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്വസ്റ്റ്യനും ആൻസറും കൂടിയിട്ടാണ് കേട്ടോ. ഓപ്ഷനൊന്നുമില്ല. ക്വസ്റ്റ്യൻ പറയാം, ആൻസർ പറയാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഭാഷാ ശബ്ദ की उत्पत्ति किस शब्द से हुआ? ഭാഷാ ശബ്ദ की उत्पत्ति किस शब्द से हुआ? ആൻസർ എല്ലാവർക്കും അറിയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഭാഷ ഏതാണ്? ഭാഷ സംസ്കൃത शब्द भाष धातु से बना है भाषा जिसका अर्थ बोलना या कहना. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നിർഗുൺ ഭക്തി കാ മാർഗ് ഡാഷ് ഹെ. നിർഗുൺ ഭക്തി കാ മാർഗ് ഡാഷ് ഹെ. ആൻസർ ജ്ഞാൻ മാർഗ്. ആൻസർ എന്താണ്? ജ്ഞാൻ മാർഗ്. इस भक्ति में ईश्वर को निराकार അനന്ത് ഔർ അസീം മാനാ ജാതാ ഹെ. ഈ ഭക്തിയിൽ ഈശ്വരനെ രൂപമില്ലാത്തവനും അനന്തനും അതിരുകളില്ലാത്തവനുമായിട്ടാണ് കണക്കാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. संत शब्द का सामान्य अर्थ क्या है? संत शब्द का सामान्य अर्थ क्या है? संत शब्द का सामान्य अर्थ सज्जन ആണ്. सज्जन. यह संस्कृत के सत शब्द से बना है. यह संस्कृत के सत शब्द से बना है. इसका अर्थ साधु. साधु ना सन्यासी या ईश्वर का भक्त भी होता है. ഈശ്വരന്റെ ഭക്തനും കൂടി ആവുന്നു. നെക്സ്റ്റ് രാംചരിതമാനസ് की भाषा. രാംചരിതമാനസ് की भाषा അവധി. രാംചരിതമാനസ് का ഭാഷ അവധിയാണ്. हनुमान बाहुक किसका रचना है? हनुमान बाहुक किसका रचना है? आंसर तुलसीदास. हनुमान बाहुक तुलसीदास की रचना है. नेक्स्ट क्वेश्चन. राम भक्त कवियों की एक महत्वपूर्ण विशेषता क्या है? राम भक्त कवियों के एक महत्वपूर्ण विशेषता क्या है? आंसर സമന്വയവാദി പവിത്ര. സമന്വയവാദി പവിത്ര. എന്താണ് സമന്വയവാദി പവിത്ര എന്ന് പറഞ്ഞാൽ? ഏകോപന പരമായ എന്നാണ്. ഏകോപനപരമായ എന്താണ്? उन्होंने अपने काव्यों के माध्यम से धर्म रक्षा, लोकहित और सामाजिक उद्धान में योगदान दिया. അവരെന്താണ്? അവരുടെ ആ ഒരു കാവ്യക്കെ മാധ്യം സെ ആ ഒരു മാധ്യമ മുഖേന ധർമ്മരക്ഷ. ധർമ്മരക്ഷ എന്ന് പറഞ്ഞാൽ ധർമ്മരക്ഷനെ എന്താണ്? ലോകഹിത, ലോകക്ഷേമത്തിനും സമൂഹത്തിന്റെ ഉന്നമനത്തിനും വേണ്ടിയിട്ട് എന്താണ് അവരുടേതായിട്ടുള്ള സംഭാവന നൽകിയിട്ടുണ്ട്. नेक्स्ट क्वेश्चन. सगुण भक्ति काव्य की एक शाखा है. सगुण भक्ति काव्य की एक शाखा है. आंसर राम काव्यधाര. आंसर राम काव्यधाര. ഇതിലെ പ്രധാന കവി ഗോസ്വാമി തുളസിദാസ് ആണ്. ഇവിടുത്തെ പ്രധാന കവി ഗോസ്വാമി തുളസിദാസ് ആണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട എന്താ പറയാ रचना रामचरितमानस. नेक्स्ट क्वेश्चन. तुलसीदास की खंड काव्य है. तुलसीदास की खंड काव्य है പാർവതി മംഗൾ. പാർവതി മംഗൾ. മറ്റു ഖണ്ഡകാവ്യങ്ങളാണ് ജാനകി मंगल, रामलला नेहचू और वैराग्य संदीपनी. नेक्स्ट क्वेश्चन. अर्थ तत्व के आधार पर संसार की भाषाओं के वर्गीकरण को क्या कहते हैं? अर्थ तत्व के आधार पर संसार की भाषाओं के वर्गीकरण को क्या कहते हैं? आंसर എന്താണ്? अर्थ तत्व के आधार पर संसार की भाषाओं को वर्गीकरण को ആകൃതി മൂലക या रचनात्मक वर्गीकरण कहते हैं. എന്താണ്? ആകൃതി മൂലക या रचनात्मक वर्गीकरण कहते हैं. नेक्स्ट क्वेश्चन. सबसे बड़ा भाषा परिवार कौन सा है? सबसे बड़ा भाषा परिवार कौन सा है? आंसर भारतीय भाषा परिवार है. भारतीय भाषा परिवार है. नेक्स्ट क्वेश्चन. भारतीय आर्य भाषाओं के इतिहास को कितने कालों में विभाजन किया है? भारतीय आर्य भाषाओं के इतिहास को कितने कालों में विभाजन किया है? आंसर 3 कालों में. आंसर 3 कालों में. അപ്പൊ ഏതൊക്കെയാണ് ആ 3 കാലങ്ങൾ? ഒന്ന് പ്രാചീൻ ഭാരതീയ ആര്യഭാഷാകാല്, രണ്ടാമത്തത് മധ്യകാലീൻ ഭാരതീയ ആര്യഭാഷാകാൽ, മൂന്നാമത്തത് ആധുനിക ഭാരതീയ ആര്യഭാഷാകാൽ.
അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആൻസറും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.